നമസ്കാരം. ക്വാണ്ടം ലോകത്തെ വിസ്മയങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഒരു ശാസ്ത്രീയ പ്രതിഭാസത്തെക്കുറിച്ചാണ്. ദ ക്വാണ്ടം ലീപ്പ്. നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്ന ഈ ഭൗതിക ലോകം യഥാർത്ഥത്തിൽ മാറ്റമില്ലാത്ത ഒന്നല്ല. ക്വാണ്ടം ഫിസിക്സ് അനുസരിച്ച് ഒരു പദാർത്ഥത്തിന് അതിൻ്റെ പരിമിതികളെ മറികടന്ന് എനർജിയുടെ മറ്റൊരു തലത്തിലേക്ക് മാറാൻ കഴിയും. എങ്ങനെയാണ് ഒരു കണിക, ഒരു പാർട്ടിക്കിൾ, ഒരു വേവായിട്ട്, ഒരു തരംഗമായി മാറുന്നത്? ടൈം ആൻഡ് സ്പേസിനെ ഭേദിക്കാൻ ഒരു ബോധത്തിന്, സ്ഥലകാല പരിധികളെ ഭേദിക്കാനായിട്ട് ഒരു കോൺഷ്യസ്നെസ്സിന് എങ്ങനെ കഴിയും? ഈ ശാസ്ത്രീയ രഹസ്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ എങ്ങനെ മറികടക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. നമുക്കാദ്യം രണ്ട് പ്രധാനപ്പെട്ട ക്വാണ്ടം നിയമങ്ങൾ പരിശോധിക്കാം. ഒന്ന്, ഫേസ് ട്രാൻസിഷൻ. ഐസ് ഉരുകി വെള്ളമാകുന്നത് പോലെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ അവയുടെ അവസ്ഥ മാറ്റാൻ കഴിയും എന്നതാണത്. രണ്ടാമത്തത്, ക്വാണ്ടം ടണലിംഗ്. ഒരു പദാർത്ഥത്തിന് തടസ്സങ്ങളെ ഭേദിച്ച് അപ്പുറത്തെത്താനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ശരീരം 99.9% ശൂന്യതയാണ്, എംപ്റ്റി സ്പേസ് ആണ്. ഈ ശൂന്യത യഥാർത്ഥത്തിൽ സോഴ്സ് എനർജിയാണ്. നമ്മൾ നമ്മുടെ ബോധത്തെ ഈ ഊർജത്തിലേക്ക് ട്യൂൺ ചെയ്യുമ്പോൾ പദാർത്ഥത്തിന്റെ നിയമങ്ങൾ നമുക്ക് മേൽ പ്രവർത്തിക്കാതാവും. ഇത് കേവലം തിയറിയല്ല, പ്രപഞ്ചം പ്രവർത്തിക്കുന്ന രീതിയാണ്. ഈ ശാസ്ത്രീയ സത്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വേണം ഇന്നിപ്പം ക്രൈസ്തവ ലോകം ആഘോഷിക്കുന്ന ഈസ്റ്റർ എന്ന ചരിത്ര സംഭവത്തെ നാം നോക്കിക്കാണാൻ. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നത് കേവലം ഒരു മതപരമായ അത്ഭുതമല്ല, മറിച്ച് മനുഷ്യ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ ഒരു ക്വാണ്ടം എക്സ്പെരിമെന്റ് ആണ്. കല്ലറയ്ക്കുള്ളിലെ ആ 3 ദിവസങ്ങളിൽ നടന്നത് പദാർത്ഥത്തിൽ നിന്ന് തരംഗത്തിലേക്കുള്ള ഒരു ഫേസ് ട്രാൻസിഷൻ ആയിരുന്നു. എ ഫേസ് ട്രാൻസിഷൻ ഫ്രം പാർട്ടിക്കിൾ ടു വേവ്. അദ്ദേഹം തൻ്റെ ഭൗതികമായ കണികാ സ്വഭാവത്തിൽ നിന്ന് മുക്തനായി അനന്തമായ ഒരു ഇൻഫിനിറ്റ് വേവായി, തരംഗമായി മാറി. കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നു എന്നത് പദാർത്ഥത്തിന് ഊർജത്തെ തടയാൻ കഴിയില്ല എന്ന ആ ഒരു ക്വാണ്ടം സത്യത്തിന്റെ തെളിവാണ്. അടച്ചിട്ട മുറികൾക്കുള്ളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് ക്വാണ്ടം ടണലിംഗ് എന്ന പ്രതിഭാസത്തിലൂടെയാണ്. ഇവിടെ മതം ശാസ്ത്രത്തിന് വഴിമാറിക്കൊടുക്കുകയാണ്. ഇന്ന് ക്രിസ്തു ഒരു വ്യക്തിയല്ല, മറിച്ച് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു തരംഗമായി നിലനിൽക്കുകയാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇതൊരു നോൺ ലോക്കൽ കോൺഷ്യസ്നെസ് ആണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് എന്ന വാഗ്ദാനം ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്ന നിയമമാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും സ്നേഹത്തിന്റെയും കൃതജ്ഞതയുടെയും ഫ്രീക്വൻസിയിലൂടെ, ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്, അതിന്റെ ഫ്രീക്വൻസിയിലൂടെ ആ ഒരു സോഴ്സ് എനർജിയുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ കല്ലറകൾ ഭേദിക്കാൻ നിങ്ങൾക്ക് ഈ അറിവ് ശക്തി നൽകുന്നു. നിങ്ങളും ഈ അനന്ത ഊർജത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഐ ആം ഇൻഫിനിറ്റ് എനർജി എന്ന് ടൈപ്പ് ചെയ്യുക. വിദ്വേഷത്തെ സ്നേഹം കൊണ്ട് ജയിക്കുന്ന ക്വാണ്ടം രഹസ്യം ലോകമെമ്പാടും പങ്കുവയ്ക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓർക്കുക, ഐ ആം യുവർ ഗൈഡ് ആൻഡ് യു ആർ ദ യൂണിവേഴ്സ് ആൻഡ് എനർജി.